ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ക്യാമ്പിന്റെ രണ്ടാമത്തെ ദിവസമാണ്. നല്ല ക്ലീനിങ് കാര്യങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ ഭയങ്കര ബിസി ആയതുകൊണ്ട് റയ്യാൻ ടീച്ചർ ഇപ്പോ നമ്മുടെ രണ്ട് വേസ്റ്റ് ബിന്നുകള് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂട്ടിനായിട്ട് നമ്മുടെ അനുജ ഉണ്ട്. ഫുഡ് വേസ്റ്റും അതർ വേസ്റ്റും, അതായത് നമ്മുടെ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ക്യാമ്പസ് ആണ്. അപ്പൊ ക്ലീൻ നീറ്റ് ആണ് നമ്മുടെ ക്യാമ്പ് ഉണ്ടാവുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ പ്രിപ്പറേഷൻ ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അനുജ, ക്യാമ്പിനെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞു. സങ്കടമൊന്നുമില്ല. ഏയ് നമ്മൾ പുതിയ മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് വരികയല്ലേ. പിന്നെ ടിടിസിന്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പ്. അതെ അതെ. ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കണ എന്താണെന്നറിയോ? കഴിഞ്ഞോ? കറിവേപ്പില ശരിയാക്കാണ് കേട്ടോ. ഇവർക്ക് കറിവേപ്പില പറഞ്ഞ എന്താന്ന് തന്നെ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് കറിവേപ്പില കണ്ടത്. ഫസ്റ്റ് ആയിട്ട് കറിവേപ്പില ഇങ്ങനെ നുള്ളിയിട്ടപ്പോ എന്ത് തോന്നുന്നു? നല്ല വേഗം പോരാൻ പറ്റുന്നൊക്കെ പറഞ്ഞു. ജൻസിക്കാർക്ക് കറിവേപ്പില എന്താന്ന് അറിയില്ല എന്നാണ് പറയണത്. ഏതായാലും ഇനി കുറെ കാര്യങ്ങൾ നമ്മള് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. പോവട്ടോ. ഇതാ ഇവിടെ ഇത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇതൊരു ടിപ്പാണ് കേട്ടോ. കുറെ കറിവേപ്പില അതേപോലെ കിട്ടുമ്പോ നമുക്ക് ഫ്രീസറിൽ വെക്കാനുള്ള ഒരു ഐഡിയ ആണ്. കറിവേപ്പില നുള്ളിക്കഴിഞ്ഞോ? എല്ലാരും ക്യാമ്പിന് റെഡിയാണോ? അടിപൊളിയായിട്ട് നമുക്ക് 15 ദിവസം അല്ലെ അടിച്ചു പൊളിക്കാം അല്ലെ. വീട്ടിൽ നിന്ന് പോന്നപ്പോ എന്ത് തോന്നി? ചെറിയ സങ്കടം തോന്നി എനിക്ക്. നിശ്വക്ക് ഇങ്ങോട്ടും എനിക്ക് വിഷമമുണ്ട്. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. കെട്ടും പാണ്ടൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ ദിൽഷ വന്നിട്ടുള്ളത്. ദിൽഷ പറ, എങ്ങനെ ഉണ്ടാവും 15 ദിവസത്തെ ക്യാമ്പ്? നമുക്ക് കണ്ടറിഞ്ഞ് കാണാം. ദിൽഷക്ക് എന്തൊക്കെയോ നമ്മോട് പറയാനുണ്ട്. എന്താണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി 15 ദിവസം ഈ ഒരു കണ്ട കുട്ടികളൊപ്പം എങ്ങനെ ജീവിക്കും എന്നറിയാന്. ഇവിടെ ക്യാമ്പിന്റെ അച്ചാറിടൽ പ്രിപ്പറേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുളിഞ്ചിയാണ് കേട്ടോ. അപ്പൊ 15 ദിവസം ഇത് ഉണ്ടാവും എന്നാണ് ഇവര് പറയണത്. പക്ഷെ നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ച് 2 ദിവസത്തിന് ഇത് തികയൂല. ഇനി നമുക്ക് ആസ്മിനോട് ചോദിക്കാം. ആസ്മി, പുളിഞ്ചി എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ആദ്യമായിട്ടാണ് ഓർക്കാപ്പുളിന്റെ പുളി തന്നെ ആദ്യമായിട്ടാണ് ഞാൻ കേട്ടത്. ക്യാമ്പിന് പോന്നപ്പോ എന്ത് തോന്നി? എല്ലാരും കൂടി കൂടിച്ചേർന്ന ഒരു അപ്പൊ എല്ലാരും നല്ല സന്തോഷത്തിലാണ് കേട്ടോ. ഇനി നമുക്ക് കിച്ചണിൽ പോയി നോക്കാം. കിച്ചണിൽ എന്തൊക്കെയോ കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പൊ കിച്ചൺ കേട്ടോ, ഇവിടെ തേങ്ങയെല്ലാം ചാക്കിലാക്കി. പിന്നെ ഇതിലാണ് നമ്മൾ വെള്ളം ശേഖരിക്കുക കേട്ടോ. ഇതില് ചൂടുവെള്ളമാണ്, മറ്റേത് ഫിൽറ്റർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഇതൊക്കെ ഉള്ളിയൊക്കെ നമ്മൾ വാങ്ങിച്ചാണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ കുട്ടികൾ കൊണ്ടുവന്നാണ്. അവര് വരുമ്പോ അവര് വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ. ചക്ക ഡാനിയെ നോക്കടാ. ഏതാ? പിന്നെ പച്ചക്കായ ഉണ്ട്. പിന്നെ എല്ലാ സാധനങ്ങളൊക്കെ സെറ്റായി കുപ്പികളിലൊക്കെ കേറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അത് പിന്നെ ഇവിടെ നമ്മളില്ലേ ക്യാമ്പിന്റെ ന്യൂസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യലുണ്ട്. അപ്പൊ അതിന് വേണ്ട കുറെ ഐറ്റംസ് പഴയ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അടുത്ത സെഷൻ കണ്ടോ. നല്ല പുളി മാങ്ങ അച്ചാർ ഇട്ടുകൊണ്ടിരിക്കുന്ന സെഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ നമ്മള് അച്ചാറിടും. അച്ചാറിടുന്നത് ഈ വ്ളോഗറാണ് കേട്ടോ. ഈ വ്ളോഗറിന്റെ മുതലാളി. മക്കളെ, എങ്ങനെയുണ്ട് ക്യാമ്പ്? തുടങ്ങുന്നുള്ളൂ. എങ്ങനെയുണ്ട്? അതെ, പ്രോഗ്രാമുകളൊക്കെ എൻജോയ് ചെയ്യും. അതെ, മാങ്ങ ഏറ്റവും കൂടുതൽ പാത്രത്തിക്കല്ല എല്ലാരും വയറ്റിക്കാണ് പോണത് എന്നത് സത്യമാണോ? ഓക്കെ, അപ്പൊ നമ്മള് ഇനി
മാങ്ങ ഇങ്ങനെ ചെത്തി ചെത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല മാങ്ങ. മാജിദ ക്യാമ്പിന് വന്നപ്പോ ഉണ്ടായ രണ്ട് ക്യാമ്പെന്ന് വെച്ചാൽ നല്ല ക്യാമ്പാണ്. മാങ്ങ കുറെ തിന്നാനായി കുറെ അതെ അതെ അതെ. ഇവിടെയാണ് നമ്മുടെ സൊറമുക്കിന്റെ സമ്മർ സമ്മിറ്റ്. അതാണ് നമ്മുടെ ക്യാമ്പിന്റെ പേര് കേട്ടോ. 30-ാം തീയതി ഇന്നലെയാണ് നമ്മൾ തുടങ്ങിയത്. അങ്ങനെയല്ലേ നിയാസിനെ പഠിപ്പിച്ചു കൊടുക്കേ. ഗൈസ് വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അച്ചാർ ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാണല്ലോ സാധാരണ എന്നും ക്യാമ്പിൽ ആദ്യം തന്നെ നടത്താറുള്ളത്. കഴിഞ്ഞ ക്യാമ്പിന്റെ ഓഫീസർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാ ക്യാമ്പ് ഓഫീസർ കഴിഞ്ഞതിന്റെ കുറെ എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കാം. ഒന്നും പറയാനില്ല എനിക്ക്. പിന്നെ എല്ലാം ഫുൾ സെറ്റ് ആണ് കേട്ടോ. അച്ചാറിടാൻ വേണ്ടിട്ടേ രണ്ടും കൂടി ചെമ്പട്ടി തരികയാണ്. നമ്മളിപ്പോ അച്ചാർ ഇടാനാണുള്ള പ്ലാന്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇടിച്ചക്കയാണ്, അച്ചാറല്ല. ഇടിച്ചക്ക ഉപ്പേരി. സൂപ്പറാണ്. നമ്മള് ഇതാണ് നമുക്ക് വേണ്ടിന്ന് കുക്കർ കേട്ടോ. നാളെ തന്നെ. ഇതാണ് ഗൈസ് നമ്മള് മാങ്ങ നമ്മുടെ മക്കള് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ് കേട്ടോ. ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല. എല്ലാ മാങ്ങയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പുനാക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാ പച്ചക്കറികളൊക്കെ ഫുൾ സെറ്റിലാണ് നിൽക്കുന്നത്. കുറെ ചക്കയുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാം വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണ്. ഓക്കെ, റെഡി. അത്ര വേണ്ട, അത്ര വേണ്ട. കുറച്ച് അതെ. നമ്മള് ആദ്യമായി വെളിച്ചെണ്ണയിലാണ് അച്ചാറ്. നമുക്ക് കൂടുതൽ കാലൊന്നും വേണ്ടല്ലോ. നമ്മള് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അച്ചാറ് തീരുമാനമാവും. 2-3 ദിവസം അല്ലേ. സെറ്റ് ആവാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോഴേക്കും അച്ചാറിന്റെ കാര്യം. അതെ, വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മള് ചൂടാക്കാൻ വെച്ചതാണ്. വലിയ അടുപ്പായതുകൊണ്ട് തന്നെ വേഗം. നമ്മുടെ സുമയ്യാണ് ഹെൽപ്പറായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇതൊക്കെ അച്ചാർക്കുള്ളതാണ്. ഇതാ ഉലുവുണ്ട്, പിന്നെ കടുക്, കറിവേപ്പില. എണ്ണ ചൂടായി തുടങ്ങിട്ടോ. നമ്മൾ അച്ചാർ ഇടാൻ പോവാണ്. ക്യാമ്പ് ഓഫീസർ ജംഷിന ടീച്ചറാണ് അച്ചാർ ഇടുന്നത്.
നിങ്ങൾക്ക് ക്യാമ്പ് മാത്രം നടത്തിയ പോലെ ജയിക്കേണ്ട സീമാർക്ക് അപ്ലോഡ് ചെയ്യണം. അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ അച്ചാറ്. തൊള്ളേക്ക് മാരക ടേസ്റ്റ് ആണ് ഇപ്പൊ തന്നെ. അപ്പൊ സെറ്റായി എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ആദ്യമായിട്ട് അടുക്കളയിൽ കയറുന്ന റഫീഖ് മാഷിന് അഭിനന്ദനങ്ങൾ. താങ്കളുടെ എക്സ്പീരിയൻസ് വളരെ വളരെ മനോഹരമായ ഇതൊരു ത്രില്ലായിട്ടാണ് എടുക്കുന്നത്. ഇതൊരു ജോലിയല്ല ശരിക്കും. അത് മാത്രം കട്ട് ചെയ്തിട്ട് അടക്കാന്റെ ഭാഗത്തിന് ഓക്കെ സെറ്റ് ഗൈസ്. ഇതിപ്പോ റെഡി ആവട്ടോ. ഒന്നൊന്ന് വേവണം ഗൈസ്. ഇവിടെ കഞ്ഞി ഇവിടെ തിളച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് രാത്രി കഞ്ഞിയും പിന്നെ അച്ചാറും ഇന്ന് ഇടിച്ചക്കന്റെ കൂട്ടാനും ഉണ്ട് കേട്ടോ. അടുപ്പിലേക്ക് പാളി നോക്കുന്ന ജംഗ്ഷൻ ടീച്ചറാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അച്ചാറിന്റെ പാകം സെറ്റ് ആവണമെങ്കിൽ അടുപ്പ് കറക്റ്റ് ആവണം എന്നാണ് ക്യാമ്പ് ഓഫീസർ പറയുന്നത്. അച്ചാറിന്റെ കഞ്ഞിക്ക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഞ്ഞിയും ചമ്മന്തിയും പിന്നെ ഇടിച്ചക്ക കൂട്ടാനുമാണ്. നമ്മുടെ ഫൈറൂസ, ജസീല, നീ വരുന്നടി, മുസൈന, അവര് അച്ചാർക്ക് ലാസ്റ്റ് മിനിറ്റ് ഇതൊക്കെ ഇട്ട കുറച്ചുകൂടി ടേസ്റ്റ് കൂടും എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തോണ്ടിരിക്കണേ. ഫൈറൂസ ക്യാമ്പിന് പോന്നപ്പോ വീട്ടിലെ അവസ്ഥ എന്താ? കുട്ടി പറഞ്ഞു നിങ്ങളുടെ അങ്ങോട്ട് വരണ്ട പറഞ്ഞ വെക്കേഷൻ തുടങ്ങി ചെയ്തില്ലേ? ഫുൾ കളിയാവൂലേ? ആയിട്ടുള്ളൂ. ഓക്കെ. മുസൈനാക്കോ? എനിക്കിന്റെ കുട്ടിന്റെ ഒപ്പന ഫസ്റ്റ് ഒപ്പന ഇവിടെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയിരുന്നു. എവിടെ? അംഗൻവാടി പഠിച്ചാണ്. ആൽപ്പറ്റിക്കുളം അംഗൻവാടി. ആൽപ്പറ്റിക്കുളം. അപ്പൊ ഞാൻ വീഡിയോ കണ്ടു. അപ്പൊ അത് രസമുണ്ട്. ഓളോടൊപ്പം ഞാൻ ഒളിച്ചു പോയിക്കോളി. നമുക്ക് എന്തെല്ലാം ജീവിതത്തിൽ കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അതിലേറെ നല്ല രസമുണ്ട് ഇവിടെ എന്ന് വിചാരിച്ചാൽ മതി. അല്ലേ? ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് നേരത്തെ പറഞ്ഞില്ല അനിജ. ഇപ്പൊ ഏകദേശം വൈകുന്നേരമായില്ലേ വണ്ടേ? എന്ത് തോന്നുന്നു? പൊളി സ്ഥലം. ഞങ്ങള് നല്ല അടിപൊളി ഡാൻസുകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. ഡാൻസും പാട്ടൊക്കെ ഉണ്ടാവും. കേട്ടോ ശബന. നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ സബിനാനെ കണ്ടിട്ടുണ്ടാവും. ഓർമ്മകൾ പുതുക്കാൻ സബന ഒന്നും കൂടി വന്നാണ്. സബന ഒരു രണ്ടുപേര് പാട്ട് പാടിത്തരും പ്ലീസ്. പിന്നെ നമ്മള് റൈഹാൻ ടീച്ചർ അല്ല, ആ ബാക്കിൽ ഒരാളെ കാണാനാണ് ഈ വ്ളോഗ് ഓണാക്കി. ഇത് ഒരു വ്ളോഗറാണ്. വാവ്, നോക്ക് ഗൈസ്, ഇതിന്റെ കളർ തന്നെ നോക്ക്, എന്ത് ഭംഗിയില്ലേ അച്ചാറ് കാണാൻ. നമുക്ക് എല്ലാരും കൂടി ഒരുപാട് ക്വാണ്ടിറ്റിയിൽ അച്ചാർ ഇടുന്ന കാണാൻ തന്നെ ഒരു അടിപൊളിയാണ്. കഴിച്ചില്ലേലും ഇവിടെ ഇടിച്ചക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇടിച്ചക്ക ഏകദേശം സെറ്റാണ്. ഒന്നൊന്ന് വെന്താല് നമ്മളെ ശർക്കര ഒന്ന് ഉരുകാനും കൂടി ഉണ്ട്. ഓക്കെ, ഇതൊന്ന് ഇളക്കട്ടെ. ഒഫീഷ്യൽ ടേസ്റ്റ് മേക്കർ വന്നിട്ടുണ്ട്. ആ ടേസ്റ്റ് നോക്കിട്ട് പറയൂ എങ്ങനെയുണ്ട്. സുമയ്യ അമ്മാനിയും കൂടെ സെറ്റാക്കി നമ്മുടെ ഇടിച്ചക്ക. ഇന്ന് രാത്രിയാണ്. താങ്ക് യു. പക്ഷെ ഞാൻ തുടങ്ങൂല. ഇതാക്കണ്ടോ മോളെ. പക്ഷെ ഇതില് ഫോട്ടോയില് ഇതിലുള്ള ഒറിജിനാലിറ്റി ഇതിൽ കിട്ടുന്നില്ലല്ലേ? കളറൊന്നും ശരിയാവണില്ല. ലൈറ്റിന്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട്. ഇന്ന് ഗൈസ് രാത്രി കഞ്ഞിയാൻ്റെ ഇടിച്ചക്ക കൂട്ടാനാണ്. അടിപൊളി കഞ്ഞിയാണ്.